ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പോ K10 4G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ വീഡിയോ ആണ്. ഈ ഒരു ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് ഓൾമോസ്റ്റ് ഒരാഴ്ചത്തോളം സമയമായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യാൻ ടൈം കിട്ടാത്ത കാരണം ചെയ്യാൻ ഞാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ ഈ ഒരു ഫോണിനെ കുറിച്ചുള്ള പെട്ടി പൊട്ടിച്ച് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് നോക്കാം, ഓരോ ഫീച്ചേഴ്സ് നോക്കാം, ക്യാമറ എങ്ങോട്ട് നോക്കാം, അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കാം. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പറ്റുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു എനർജി കിട്ടും. അപ്പോൾ അത് കാരണമാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിത് പെട്ടി പൊട്ടിച്ച് നമുക്ക് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ K10 4G എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത ഒരു കളർ ബോക്സ് അല്ല അല്ലേ. ഇവിടെ K എന്ന് കൊടുത്തിട്ടുണ്ട്, K സീരീസിൻ്റെ ഒരു ലോഗോ ആണ്. ഓപ്പോ K10 ഫോണിൻ്റെ മോഡൽ നെയിം, സൈഡിൽ ഓപ്പോ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ ഒന്നും എഴുതിയിട്ടില്ല, IMEI നമ്പർ, അതുപോലെ സാർ വാല്യൂ, കുറച്ച് കാര്യങ്ങളോട് എഴുതിയിട്ടുള്ളത്. പിന്നെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് കൊടുത്തിട്ടുണ്ട്. ബോക്സൊക്കെ സാധാരണ ഓപ്പോയുടെ ഫോണിനകത്ത് വരുന്ന അതേ സെയിം ബോക്സ് തന്നെ, കളറിൽ മാത്രം മാറ്റം വന്നിട്ടുള്ളൂ. നമുക്ക് ഈ മെയിൻ ബോക്സ് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാം. ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാണ്, ഇവിടെ ചെറിയ പേപ്പർ ബോക്സ് കിട്ടും. ഇതിനകത്തും നമുക്കൊരു ബാക്ക് പൗച്ച് ഉണ്ടായിരിക്കും. സാധാരണ കിട്ടുന്ന പോലെ തന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് പൗച്ച് കിട്ടുന്നുണ്ട്. സിം എജക്റ്റിംഗ് ടൂൾ കിട്ടുന്നുണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതാണ് ഓപ്പോ K10 എന്ന് പറയുന്ന ഫോൺ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ എടുത്തുള്ളത് ഇതിൻ്റെ ബ്ലൂ കളറാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ബോക്സിനകത്ത് നമുക്കൊരു വലിയൊരു ചാർജിങ് അഡാപ്റ്റർ ഉണ്ട്. 33 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജറാണ് കേട്ടോ. സാധാരണ ഓപ്പോയുടെ ഒക്കെ ഫോണിനകത്ത് വരുന്ന അത് വലിയൊരു ചാർജിങ് ടൈപ്പ് സി ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. അപ്പോൾ എന്നാലും ബാക്ക് പൗച്ച് നമുക്ക് കിട്ടുന്നുണ്ട്, ചാർജർ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ കൂടെ കിട്ടുന്ന ആക്സറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് ഓപ്പോ K10 എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താണ് ഈ ഒരു ഫോൺ വരുന്നത് ആണോ. അപ്പോൾ ഓപ്പോ K10 എന്ന് പറയുന്ന ഫോണിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്, ഡിസൈൻ വൈസൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ നല്ല ഗ്ലോസിയാണ്, ഇവിടെ നല്ല മാറ്റ് ഫിനിഷാണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ആ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ക്യാമറകളും നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലായിട്ട് ഫ്ലാഷ് ലൈറ്റ് വരുന്നുണ്ട്. താഴെ 50 മെഗാ പിക്സൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇവിടെ 10K, അത് K10 എന്ന് പറയുന്ന ലോഗോ ഇവിടെ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ എന്താണ് സൂപ്പർ പെർഫോമൻസ് കൊണ്ട് കുറേ പരസ്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിൽ. പിന്നെ താഴെ ഓപ്പോൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, IMEI നമ്പർ കാര്യങ്ങളൊക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കർ പറിച്ച് കളയാം. സൈഡ് നോക്കുമ്പോൾ അത്യാവശ്യം തിക്നെസ് ഉണ്ട്, ഒരു ആവറേജ് തിക്നെസ് ഉണ്ട്. സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാൻ വരുന്നുണ്ട്. പിന്നെ മുകളിൽ സെക്കൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ സിം കാർഡ് സ്ലോട്ട് വരുന്നുണ്ട്. ഇത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് 2 സിം കാർഡ്, മെമ്മറി കാർഡ് ഒരുമിച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ കീകൾ വരുന്നുണ്ട്. താഴെ നോക്കുമ്പോൾ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. പിന്നെ മൈക്രോഫോണിൻ്റെ ഹോള്, ടൈപ്പ് സി ചാർജിങ് പോർട്ട്, സ്പീക്കറിൻ്റെ ഗ്രില്ല്. അപ്പോൾ ഇതാണ് ഈ ഫോണിൻ്റെ ഡൈമെൻഷനിൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഡിസൈൻ വൈസ് നല്ല ക്യൂട്ടാണ് ഫോൺ. പെട്ടെന്ന് ഈ മാറ്റ് ഫിനിഷ് ആയ കാരണം നമ്മുടെ കയ്യിലുള്ള ഫിംഗർ പ്രിൻറ്റുകളോ അഴുക്കുകളൊന്നും ഇവിടെ പറ്റി പിടിച്ചിരിക്കുന്നില്ല. പക്ഷേ ഇവിടെ പിടിക്കുമ്പോൾ വേഗം തന്നെ കൈമിൽ അഴുക്കും ആവുന്നുണ്ട്. 2 ടൈപ്പ് ബാക്ക് പാനലായ കാരണം തോന്നുന്നുണ്ട് വേഗം ഇവിടെയൊക്കെ നല്ല രീതിയിൽ അഴുക്കും സ്ക്രാച്ചൊക്കെ ആവുന്നുണ്ട്. നോക്കുമ്പോൾ കാണുന്നുണ്ടായിരിക്കും ആ ഒരു ഗ്ലേസിങ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസൈൻ വൈസ് നല്ല ഭംഗിയുണ്ടെന്ന് പറയാം. കയ്യിലൊക്കെ നല്ല രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫോൺ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു ഫോൺ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അപ്പോൾ എന്തായാലും ഈ ഒരു ഫോൺ ഓണായിട്ട് സെറ്റപ്പ് ചെയ്യാണ്ട്. അപ്പോൾ ഈ ഓണാവുന്ന നേരം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമ്മളൊരുപാട് മണിക്കൂറുകൾ പണ്ടെടുത്തിട്ടാണ് ഓരോ വീഡിയോകളും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ സെറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ നല്ല സ്മൂത്തായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും നീങ്ങിപ്പോകുന്നുണ്ടോ. അവിടെ കളർ വേഴ്സിനൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ആ 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉള്ളതുകൊണ്ടായിരിക്കാം നല്ല രീതിയിൽ നല്ലൊരു സ്മൂത്തായിട്ട് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ബ്രൈറ്റ്നസ് ഞാനൊരു ഫുള്ളാക്കുന്നില്ല, ഒരു പകുതി ഇടുന്നുള്ളൂ. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ, ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെതായ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ റിഫ്രഷ് റേറ്റ് 90 ഹെർട്സ് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇങ്ങനെ ഒഴുകി സ്മൂത്തായിട്ട് പോകുന്ന രീതിയിലുള്ളതാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസ്പ്ലേ നോക്കുമ്പോൾ താഴെ കുറച്ച് വലിയ ബെസൽ വരുന്നുണ്ട്. സൈഡിലൊക്കെ വളരെ തിന്നാണ്, വളരെ ചെറിയ ബെസൽ. ഫ്രണ്ട് ക്യാമറ പഞ്ച് ഹോളായിട്ട് വരുന്നുണ്ട്. അത് കുറച്ച് വലിയ പഞ്ച് ഹോളാണ് കേട്ടോ. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഗെയിം കളിക്കുമ്പോൾ നമുക്ക് അത്രയും എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിൽ വലിയൊരു പഞ്ച് ഹോൾ ക്യാമറ എന്നുള്ളത് കുഴപ്പമില്ല. എന്നാലും ഭംഗിയുണ്ട്. ഡിസ്പ്ലേ വൈസ് നല്ല രസമുണ്ട് കാണാൻ, നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഡിസ്പ്ലേ തന്നെ വരുന്നുണ്ട്. അതിന് പറ്റിയ ഒരു വാൾപേപ്പറോട് കൂടി തന്നെയാണ് ഈ ഫോൺ ഓൾറെഡി ഓണായി വരുന്നത്. അപ്പോൾ അതിൻ്റെതായ നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയാം. ഇനി ബ്ലോട്ട് വെയർസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആപ്സ് 1 2 3 4 5 6 7 8 9 10 11 12 ആപ്പുകൾ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നുണ്ട്. ഇതിൽ ഒരുവിധം എല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇതിലിപ്പോൾ സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, അങ്ങനെ കുറച്ച് ആപ്സ് ഒഴിച്ച് ബാക്കിയെല്ലാതും മോജ് ഒക്കെ ഒഴിച്ച് ബാക്കിയെല്ലാതും നമ്മൾ യൂസ് ചെയ്യുന്ന ആപ്സ് തന്നെയാണ്. ഈ ഗൂഗിൾ പേ, ഫോൺ പേ പോലുള്ള ഐറ്റംസ് ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട്
അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ ഒരു ഡിസ്പ്ലേനെ കുറിച്ച് പറയാനുള്ളത്. 90 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ഉണ്ട്, ഫുൾ HD പ്ലസ് ആണ് വരുന്നത്, കൊള്ളാം, നല്ലൊരു ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇനി ഈ ഒരു ഫോണിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ അബൌട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഫോണിൻ്റെ മോഡൽ നെയിം Oppo K10 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ആൻഡ്രോയിഡ് വെർഷൻ 11 വരുന്നത്. ഇത് അപ്ഡേറ്റ് വരും. ഇപ്പോൾ ഞാൻ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് വെർഷൻ 12 അപ്ഡേറ്റ് വരുന്നിട്ടുണ്ട്. പിന്നെ 6GB റാമിൻ്റെ കൂടെ നമുക്ക് 2GB റാം 5GB റാം വരെ നമുക്ക് റാം എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മൊത്തം എഫക്റ്റീവ് റാം എന്ന് പറയുന്നത് 11GB റാമിൽ വരെ നമുക്ക് ഈ ഫോൺ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കളർ വൈസ് വെർഷൻ 11.1 അത് 12 ആയി മാറും. പിന്നെ അതുപോലെ Qualcomm Snapdragon 680 എന്ന് പറയുന്ന കോമൺലി ഇപ്പോൾ കണ്ടുവരുന്ന ചിപ്സെറ്റാണ് വരുന്നത്. അതിൻ്റെ പ്രോസസ്സറിൻ്റെ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് 128GB ആണ്, അതിൽ ബാക്കി 110GB ബാക്കി ഉണ്ടെന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ CPH നമ്പർ, IMEI നമ്പറൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം Snapdragon 680 എന്ന് പറയുന്നത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള നല്ലൊരു പ്രോസസ്സറാണ് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി എന്ന് പറയുന്നത് 5000 mAh ബാറ്ററി വരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ഡീസൻ്റാണ്. ഈ ഒരു 15,000 താഴെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അതൊക്കെ ഡീസൻ്റ് തന്നെയാണെന്ന് പറയാം. ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ 50 MP ക്യാമറ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. ഞാൻ മുൻപ് 2 ഫോൺ വിറ്റു, അതൊക്കെ നല്ല ഔട്ട്പുട്ടാണ് കണ്ടത്. പിന്നെ ലൈവായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ ക്യാമറയെ കുറിച്ചുള്ള റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ക്യാമറ റിവ്യൂ ചെയ്യാം കേട്ടോ. അപ്പോൾ ക്യാമറ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, വിചാരിച്ചതിനേക്കാൾ നല്ല ക്വാളിറ്റി, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ നല്ല റെസൊല്യൂഷനിൽ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റുന്നുണ്ട്, കൊള്ളാം, നല്ല ഭംഗിയുണ്ട്, നല്ലോണം സൂം ചെയ്യാനും പറ്റുന്നുണ്ട്, നല്ല കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോസ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ ക്യാമറയ്ക്കകത്ത് തന്നെ നൈറ്റ് മോഡ്, വീഡിയോ നമുക്ക് 1080 ഫുൾ HD നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോ മോഡ്, പോർട്രേറ്റ് മോഡ്, പിന്നെ മോർ സെറ്റിങ്സിനകത്ത് സ്ലോ മോഷൻ, ടൈം ലാപ്സ് മോഡ്, എക്സ്പെർട്ട് മോഡ്, അതായത് പ്രൊഫഷണൽ മോഡ്, പിന്നെ എക്സ്ട്രാ HD മോഡ്, പനോരമ മോഡ്, മാക്രോ മോഡ്, അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ഫ്രണ്ട് ക്യാമറ നോക്കിയാലും 16 MP സെൽഫി വരുന്നുണ്ട് കേട്ടോ. അത് ഓപ്പോയുടെ K10 5G ഫോണിനകത്ത് 16 MP സെൽഫി ഒന്നുമില്ല, ജസ്റ്റ് ഒരു 8 MP സെൽഫി ഉള്ളൂ. ഇതിനകത്ത് 16 MP സെൽഫി ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഇതിപ്പോൾ ഫ്രണ്ട് ക്യാമറ പോർട്രേറ്റ് ഫോട്ടോ ആണ്, ജസ്റ്റ് ഞാൻ എടുത്ത് കാണിച്ചു തരാം. അത്യാവശ്യം ഞാൻ എടുത്ത് ഫോട്ടോ കാണിച്ചു കേട്ടോ. ഇത് ഫ്രണ്ട് ക്യാമറ നോർമൽ ഫോട്ടോ ആണ്, ഇത് നോർമൽ ഫോട്ടോ ആണ് ഫ്രണ്ട് ക്യാമറയിൽ എടുത്തുള്ളത്. നല്ല ക്വാളിറ്റി ഔട്ട്പുട്ട് നമുക്ക് സെൽഫി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് പോർട്രേറ്റ് മോഡാണ്, കണ്ടത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലറായിട്ട് ഞാൻ മാത്രം നല്ല രീതിയിൽ ഫോക്കസ് ആയിട്ട് നിൽക്കുന്ന നല്ല രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് സെൽഫി ക്യാമറയിലും കിട്ടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു സെൽഫി ഉള്ളൊരു ഫോണായിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ നൈറ്റ് മോഡും കുറേ ഓപ്ഷൻസും വരുന്നുണ്ട്, മോർ സെറ്റിങ്സിനകത്ത് കുറേ ഓപ്ഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയെ കുറിച്ചുള്ള വീഡിയോ വേറെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി, നമുക്ക് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് വേറെ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇതൊക്കെയാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. നല്ല കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഓപ്പോയുടെ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയതിൽ വെച്ചിട്ട് അത്യാവശ്യം ഒരു ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോണായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. ഒരു അത്യാവശ്യം അത് ഓപ്പോയുടെ ഫോൺ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ ചൂസ് ചെയ്യാം. അതർവൈസ് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിനകത്ത്. പക്ഷേ ഓപ്പോയുടെ ഭാഗത്തു നിന്നും നല്ലൊരു ഫോണാണ്. പിന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്. പിന്നെ അതുപോലെ തന്നെ വേറെന്താ, മറ്റു പല ഫോണിനകത്തും LED വരുന്നുണ്ട്, ഇവിടെ LED ഡിസ്പ്ലേ കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ നെഗറ്റീവായിട്ട് പറയാം. പിന്നെ അതുപോലെ ഇത് ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ് വരുന്നത്. അത് ഔട്ട് ഓഫ് ദ ബോക്സ് തന്നെ ആൻഡ്രോയിഡ് 12 കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ എന്നുള്ള അഭിപ്രായമുണ്ട്. പിന്നെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു. ഇത് രണ്ടും 2 മെഗാപിക്സൽ വീതം ക്യാമറകളാണ്. ഇതിപ്പോൾ വലിയ റൗണ്ട് വെച്ചിട്ട് ക്യാമറ ക്വാളിറ്റി ഒന്നും കൂടില്ല, 2 മെഗാപിക്സലിൻ്റെ സാധാരണ ക്യാമറ വരുന്നത്. എന്തായാലും ഫോൺ നല്ലതാണ്. ഓപ്പോയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ നല്ലൊരു ഫോണായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതാണ് ഈ ഫോണിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ താങ്ക്സ് ലോട്ട്. ചാനൽ പറ്റുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ബൈ.